പണ്ട് ചെറുപ്പത്തില് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. വലുതാവുമ്പോ ഞാൻ മമ്മീനെ ഒരുപാട് സ്ഥലങ്ങള് കൊണ്ട് കാണിക്കാം. കാശ്മീരിലൊക്കെ കൊണ്ടുപോവാന്ന്. അപ്പൊ മമ്മി പറഞ്ഞ ഡയലോഗാണ്. ഇതൊക്കെ നമ്മൾ പണ്ടേ വിട്ട കേസാണ്. സംഭവം എന്താന്ന് വെച്ചാല് മമ്മിയുടെ ഡാഡി മിലിറ്ററിയിലായിരുന്നു. ക്യാപ്റ്റനായിരുന്നു. അപ്പൊ പുള്ളിയായിട്ട് എന്നെ മമ്മീനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതും അന്നത്തെ കാലത്ത്. പിന്നീട് മമ്മി ലൈഫില് കുറേ എവിടേക്കോ സ്റ്റക്കായി പോയി. ആൻഡ് മമ്മിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് കുറേ സ്ഥലങ്ങൾ കാണാൻ, അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മമ്മിക്ക് ഇപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ എനിക്ക് എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പം എൻ്റെ പേരൻസ് ആരും ഇന്നേ വരെ നീ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ഭർത്താവിൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും പോയിക്കോന്ന് അങ്ങനത്തെ ഒരു ഡയലോഗ് ഇന്നേ വരെ എൻ്റെ പേരൻസ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇൻഫാക്ട് കുറച്ച് വർഷം മുന്നേ എനിക്ക് മലേഷ്യക്ക് പോകാനൊരു ആഗ്രഹം തോന്നി. അങ്ങനെ എൻ്റെ ഡാഡ് മലേഷ്യയിലോട്ട് പോകാനിരിക്കുന്ന ഒരു 21 സ്ട്രേഞ്ചേഴ്സ് ഉള്ള ഒരു ടീമിലോട്ട് എന്നെയും ആഡ് ഓൺ ചെയ്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇത്രയും സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ എന്നെ ഒറ്റയ്ക്ക് വിടാൻ അവർക്ക് ഇച്ചിരി ഒരു പേടിയുള്ളത് കൊണ്ട് എൻ്റെ അമ്മയുടെ ചേച്ചീനെയും ചേച്ചിയുടെ മോളെയും കൂടെ കൂട്ടി. സോ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, പണ്ട് നമ്മുടെ പേരൻസ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. വേണമെങ്കിൽ ഒരു പക്ഷെ അവർക്ക് എന്നോട് പറയാമായിരുന്നു, നീ ആ ട്രിപ്പിനൊന്നും പോകണ്ട, ഒറ്റയ്ക്കല്ലേ, എങ്ങനെയാ പോവാന്നൊക്കെ. ബട്ട് ഇൻസ്റ്റഡ് ദേ ചോസ് മൈ ഹാപ്പിനെസ്. സോ എനിക്ക് എങ്ങനെ ഇങ്ങനത്തുള്ള ആഗ്രഹങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരാറുള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇറ്റ്സ് ഫ്രം മൈ പേരൻസ് ഇറ്റ്സെൽഫ്. ആൻഡ് അതുമല്ല, എൻ്റെ പേരൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് എന്നുള്ളത്. ആൻഡ് എനിക്കതൊന്ന് തിരുത്തണം. ഞാൻ ജീവിക്കുന്നത് എൻ്റെ പേരൻസിനും എൻ്റെ ഹസ്ബൻഡിനും പിന്നെ എനിക്കും വേണ്ടിയിട്ടാണ്.